ഹലോ എവ്രിവൺ, പുതിയ യാത്രാ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ, ഞാൻ റസ്ന. റോംലോഗ് ബൈ റസ്ന എന്നതാണ് എൻ്റെ ചാനലിൻ്റെ പേര്. ഇതെൻ്റെ ഫാമിലി. ഞങ്ങൾ ഖത്തറിൽ ഫാമിലിയായി താമസിക്കുകയാണ്. ഞങ്ങൾ ഫാമിലിയായിട്ട് നടത്താറുള്ള ചില യാത്രാ വീഡിയോകളാണ് ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. GCCയിലെ യുദ്ധ സാഹചര്യം ഒന്ന് മാറിയപ്പോൾ ഞങ്ങൾ യൂറോപ്പിലേക്ക് ട്രിപ്പ് പോകാൻ തീരുമാനിച്ചു. പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു. ഞങ്ങൾക്ക് 2 വർഷത്തെ ഷെങ്കൻ വിസ ഉണ്ടായിരുന്നു. അത് ഈ ജൂണിൽ എക്സ്പയർ ആകും. അതിനു മുമ്പായിട്ട് ഒരു ട്രിപ്പ് പോകാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെയാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഗൾഫ് എയർ ആയിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. ബഹ്റൈനിൽ ലേ ഓവർ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഖത്തറിലെയും ബഹ്റൈനിലെയും ഒക്കെ ലോഞ്ചിൽ കയറി കുറച്ച് ചെറുതായി ഫുഡൊക്കെ കഴിച്ചിരുന്നു. അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഞങ്ങൾ ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലേക്കാണ് ഫ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഫ്രാങ്ക്ഫർട്ട് അല്ല ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ. ഗൾഫ് എയറിൽ ഫ്രാങ്ക്ഫർട്ടിലേക്ക് ഫെയർ നല്ല കുറവായിരുന്നു. ഈ യുദ്ധ സാഹചര്യത്തിൽ വലിയ കാശ് മുടക്കിയിട്ടൊന്നും ടിക്കറ്റ് എടുക്കണ്ടെന്ന് വിചാരിച്ച് എപ്പോൾ ക്യാൻസലാകുമെന്ന് അറിയില്ലല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ ഫ്രാങ്ക്ഫർട്ടിലേക്ക് ടിക്കറ്റ് എടുത്തത്. ഞങ്ങൾ ഫ്രാങ്ക്ഫർട്ടിൽ മുമ്പ് വന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും പുതുതായിട്ട് കാണാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ലക്സംബർഗിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ എയർപോർട്ടിലുള്ള ടെർമിനൽ 1 ടാക്സി എടുത്തിട്ട് ടെർമിനൽ 2 ബസ് സ്റ്റോപ്പിലേക്ക് വന്നു. ഇവിടുന്ന് ഫ്ലിക്സ് ബസ് എടുത്തിട്ടാണ് ഞങ്ങൾ ലക്സംബർഗിലേക്ക് പോകുന്നത്. മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. ഞങ്ങൾ ഇവിടുന്ന് ലക്സംബർഗിലേക്ക് ട്രെയിനും നോക്കിയിരുന്നു. പക്ഷേ 2 ട്രെയിൻ എടുക്കണം ലക്സംബർഗിലേക്കെന്ന് മനസ്സിലായി. പിന്നെ കൂടുതൽ സമയം എടുക്കുമെന്ന് മനസ്സിലായി. ഫ്ലിക്സ് ബസ് എടുത്തു കഴിഞ്ഞാൽ 3.5 മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് അവിടെ എത്താമെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ അത് ഓപ്റ്റ് ചെയ്തതാണ്. പിന്നെ ഫ്ലിക്സ് ബസ് ട്രെയിനിനേക്കാളും ചീപ്പാണ് കേട്ടോ. അപ്പോൾ കുറഞ്ഞ ചിലവിൽ നമുക്ക് നേരത്തെ അവിടെ എത്താം. ബസ് യാത്രയ്ക്കിടയിൽ ഒരുപാട് വൈൽഡ് ഫ്ലവേഴ്സ് കാണുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ഒട്ടുമിക്ക സമയം ബസ്സിൽ കിടന്ന് ഉറങ്ങിയതാണ്. ഇടയ്ക്ക് എണീക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കാഴ്ച കാണുമ്പോൾ ഞാൻ വീഡിയോ എടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാഴ്ചകൾ. ഇപ്പോൾ സ്പ്രിംഗ് സീസണാണ് ഇവിടെ. അതുകൊണ്ട് പൂക്കൾ നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും. ലക്സംബർഗിൽ ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ്. ചെറിയ തണുപ്പൊക്കെ ആയിട്ട് നല്ല കാലാവസ്ഥ. ലക്സംബർഗിൽ നിന്ന് ഞങ്ങൾ വേറെ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ ഇപ്പോൾ നല്ല ചൂടാണ്. എന്താവുമോ ആവോ. നമ്മളിപ്പോൾ ട്രിയ എന്ന സ്ഥലത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജർമ്മനിയിലെ ഏറ്റവും പഴയൊരു സിറ്റിയാണിത്. ലക്സംബർഗ്, ബെൽജിയം, ഫ്രാൻസ് ഇവയുടെ ബോർഡറിലായിട്ടാണ് ഈ സ്ഥലമുള്ളത്. അങ്ങനെ 3.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ലക്സംബർഗിലെത്തി. ഇവിടുന്ന് ഞങ്ങൾ ബസ് എടുത്തിട്ട് ആദ്യം സെൻറ്ററിൽ പോയി. അതിനുശേഷം അവിടെ നിന്ന് വേറൊരു ബസ് എടുത്തിട്ട് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോയി. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ലക്സംബർഗിൽ എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനും ഫ്രീ ആണ്. അതൊരു വലിയ ആശ്വാസമായിരുന്നു. ഇവിടെ എത്തിയിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ടിക്കറ്റ് എവിടെയാണെന്ന് അന്വേഷിച്ച് നടക്കേണ്ടി വന്നില്ല. സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള സ്ഥലത്തുള്ള ഒരു ഹോട്ടലിലായിരുന്നു ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിരുന്നത്. ഡബിൾ ട്രീ ബൈ ഹിൽട്ടൺ ആണ് ഹോട്ടൽ. ഹോട്ടലിന് അടുത്ത് വരെ ബസ് വരും. അതുകൊണ്ട് യാത്രകളൊന്നും അത്ര ബുദ്ധിമുട്ടായില്ല. ഹോട്ടലിൽ നിന്ന് ഞങ്ങൾക്ക് വെൽക്കം കുക്കീസ് കിട്ടി. പിന്നെ റൂമിൽ നല്ല ടേസ്റ്റുള്ള ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ഗുഡ്. ഇനി നമുക്ക് റൂം കാണാം. ഞങ്ങൾ 2 റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മോന് അഡൾട്ട് കാറ്റഗറിയിൽ വരുന്നത് കൊണ്ട് 2 റൂം എന്തായാലും ബുക്ക് ചെയ്യണം. ഇത് സത്യത്തിൽ മക്കൾക്കുള്ള റൂമാണ്. ഇവിടെയാണ് ഞാൻ ആദ്യം കയറിയത്. ക്ഷീണിച്ച് വന്നതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ സെറ്റിലായി. ഞാൻ ഇഷാനോട് പറഞ്ഞു മറ്റു റൂം കാണാനൊന്നും ഞാൻ വരുന്നില്ല, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് ഇവിടെ കിടക്കട്ടെ, നല്ല ക്ഷീണമുണ്ട്. ഈ റൂമിൽ ഡബിൾ ബെഡ് കൂടാതെ ഒരു എക്സ്ട്രാ ബെഡ് കൂടി ഇട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു റൂമായിരുന്നു. പിന്നെ നല്ല വലിപ്പമുള്ള നല്ല സൗകര്യമുള്ള ടോയ്ലറ്റ് ആൻഡ് ബാത്റൂം ആയിരുന്നു. അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു റൂം. വന്ന ഉടനെ തന്നെ ഞങ്ങൾ കുറച്ച് കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. കുറച്ച് നേരം വിശ്രമിച്ചു. അതിനുശേഷം രാത്രി സമയത്താണ് മോൻ്റെ റൂം ഞാൻ കാണാൻ പോയത്. ഇതാണ് ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള വ്യൂ. ഇനി മോൻ്റെ റൂം കാണാം. സത്യത്തിൽ ഇത് ഞങ്ങൾക്ക് വേണ്ടി ബുക്ക് ചെയ്ത റൂമാണ്. എൻ്റെ മടി കാരണമാണ് ഞാൻ ആ റൂം എടുത്തത്. ഇതൊരു മിനി സ്വീറ്റായിരുന്നു. മറ്റേ റൂമിനേക്കാളും കുറച്ചധികം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഈ റൂമിൽ വന്നിട്ടൊരു വീഡിയോ എടുത്തതാണ്. മടി കാരണവും ക്ഷീണം കാരണമൊക്കെ ഇവിടെ എന്തൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ ശരിക്കും നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ വീഡിയോ എടുത്ത് പോവുകയാണ്. അവിടെയൊക്കെ കുറേ ഡോറുകളൊക്കെ കണ്ടിരുന്നു. അതെന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. ഈ ബാത്റൂം പോലും മുഴുവനായിട്ട് തുറന്നിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അത്രയ്ക്ക് മടി പിടിച്ചിട്ടായിരുന്നു ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നത്. ഈ റൂമിലെ ലിവിങ് സ്പേസിൽ ഓഫീസ് ടേബിൾ ഉണ്ടായിരുന്നു.
പിന്നെ കോഫി അമ്യൂണിറ്റീസൊക്കെ ഉള്ള സ്ഥലം കുറച്ചുകൂടെ സൗകര്യം ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ നല്ല സൗകര്യമുള്ള ഒരു റൂം തന്നെയായിരുന്നു ഇത്. ഇതിനിടയ്ക്ക് ഞാനും നിഷാദും ഹോട്ടൽ റൂമിൽ നിന്ന് പുറത്ത് നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു. മക്കൾ രണ്ടുപേരും പറഞ്ഞു അവർ വരുന്നില്ല, അവർക്ക് നല്ല ക്ഷീണമുണ്ടെന്ന്. അങ്ങനെ ഞാനും നിഷാദും നടക്കാൻ ഇറങ്ങി. ഇത് സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള സ്ഥലമായത് കൊണ്ട് തന്നെ ആ സ്ഥലത്തിനൊരു പ്രത്യേക ഭംഗി ഉണ്ടാവില്ലേ, ആ ഭംഗി കാണാനും പിന്നെ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ അടുത്തൊരു ക്യാസിൽ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ആ ക്യാസിലും കാണാനായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷേ ആ ക്യാസിൽ ഇപ്പോൾ ചൈനയുടെ എംബസിയാണ്, നമുക്ക് ഉള്ളിലേക്കൊന്നും പോകാൻ പറ്റില്ല, പുറമേ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കുന്നത്. കുറേ വീടുകളും അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു, നല്ല ശാന്ത സുന്ദരമായൊരു സ്ഥലം. റോഡിൻ്റെ ഒരു വശം മുഴുവനും ഇതായിരുന്നു കാഴ്ചകൾ. ഞങ്ങൾ നടന്ന് ക്യാസലിൻ്റെ മുന്നിലെത്തി. അവിടുന്ന് വീഡിയോ എടുക്കാൻ എനിക്ക് പേടിയായിരുന്നു. ഇതിപ്പോൾ ചൈനീസ് എംബസി ആണല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. ഇരുവശത്തായിട്ട് സർവൈലൻസ് ക്യാമറ ഉണ്ടായിരുന്നു. എനിക്ക് ശരിക്കും പേടിയാകുന്നുണ്ടായിരുന്നു. പിന്നീട് എനിക്കറിയാൻ സാധിച്ചു ഇതിൻ്റെ പുറമേ നടക്കുന്നതൊന്നും കുഴപ്പമില്ല, ഇതിന് നല്ല ഭംഗിയുള്ള ഗാർഡനൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണാമെന്ന്. അതുകൊണ്ട് ഞാനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്കായിട്ട്. ക്യാസിലിൻ്റെ അടുത്തൂടെ ഞങ്ങൾ ഒരുപാട് നടന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു പരിസരം കാണാൻ. ക്യാസിൽ എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊരു 17th സെഞ്ച്വറി പ്രൈവറ്റ് റെസിഡൻസ് ആണ്, ഒരു അയൺ വർക്ക് ഓണറിൻ്റെ വീട്. ഞാൻ നടക്കുന്നതിനിടയിൽ ഒരു കുറേ ഡാൻലിയോൺ കണ്ടു. അത് പറിച്ച് ഊതി പറപ്പിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ അത് കുറേ പറിച്ച് ഊതി പറത്തി. നിഷാദ് അതുവരെ എന്നെ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെയും കുറച്ച് ദൂരം നടന്നിട്ട് തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോയി. പിറ്റേ ദിവസം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ലക്സംബർഗ് സിറ്റിയിലെ ഫേമസ് അട്രാക്ഷൻസുകളൊക്കെ കാണാനായിട്ട് പോയി. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, എടുത്തു പറയത്തക്ക വിധത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആയിരുന്നില്ല, അതുകൊണ്ട് ആ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ബസ് സ്റ്റോപ്പ് ഉണ്ട്. കുറച്ച് നടന്നാൽ തന്നെ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തും. അവിടെ നിന്ന് നമ്മൾ ബസ് എടുത്തിട്ട് ഇവിടെ ഒരു ആർക്കിയോളജിക്കൽ ക്രിപ്റ്റ് ഉണ്ട്, അതൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ക്രിപ്റ്റാണ്. അങ്ങോട്ടേക്കാണ് ആദ്യം പോകുന്നത്. അതിൻ്റെ ടിക്കറ്റ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനടുത്തായിട്ട് തന്നെ ഹിസ്റ്റോറിക്കൽ ഓൾഡ് ടൗണൊക്കെ ഉണ്ട്, അതൊക്കെ കാണുന്നുണ്ട്. പിന്നെ കുറേ സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നുണ്ട്. അതിൻ്റെ കാഴ്ചകളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇന്ന് നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം. ബോ കാസ്മൈറ്റ് എന്നാണ് ആർക്കിയോളജിക്കൽ ക്രിപ്റ്റിൻ്റെ പേര്. ബസ് സ്റ്റോപ്പിൻ്റെ പേരും സെയിം ആണ്. ബസ് സ്റ്റോപ്പിനടുത്തായിട്ട് തന്നെ ഒരു ചേർച്ച് ഉണ്ട്, ഹിസ്റ്റോറിക്കൽ മൈക്കൽ ചേർച്ച് എന്നാണ് ചേർച്ചിൻ്റെ പേര്. അവിടുന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനൊരു സ്ഥലത്തെത്തും. ഞങ്ങൾ ബോ കാസ്മൈറ്റിന് ഉള്ളിൽ കയറാനായിട്ട് 12 മണിക്കുള്ള ടിക്കറ്റായിരുന്നു എടുത്തിരുന്നത്. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് കുറച്ച് നടന്നിട്ട് സമയമാകുമ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. ലക്സംബർഗിലെ കുറച്ച് അട്രാക്ഷൻസുകളെ പരിചയപ്പെടുത്തുന്ന ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്ത ഒരു വീഡിയോ ഞാൻ ഇവിടെ ഇടാം, കണ്ടു നോക്കൂ. ഇവിടെ എന്തൊക്കെ കാണണമെന്നുള്ളൊരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നമ്മൾ നടന്ന സ്ഥലങ്ങൾ കാണുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ സ്ഥലങ്ങൾ കണ്ടതുപോലെ നമുക്ക് തോന്നും. ഈ സ്ഥലത്ത് നിന്ന് എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങളും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഈ കാണുന്ന താഴെയുള്ള സ്ഥലത്തേക്ക് എങ്ങനെയാണ് എത്തുക എന്ന് ഞങ്ങൾ നോക്കുമായിരുന്നു. ഞങ്ങൾക്ക് എങ്ങനെയാണ് പോകാമെന്നൊന്നും മനസ്സിലായില്ല, പക്ഷേ ഞങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നടന്ന് തളർന്നിട്ടുണ്ട് ഈ വഴി കൂടെയൊക്കെ. ആ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇപ്പം നമുക്ക് ഈ ഏരിയയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോ, ഞാനവിടെ ലവ് ലോക്സ് കണ്ടിട്ടാണ് പറഞ്ഞത്. ബ്രിഡ്ജിൻ്റെ മുകളിൽ ലവ് ലോക്സ് ഉണ്ടായിരുന്നു. യൂറോപ്പിലെ പല സ്ഥലങ്ങളിലും ഞാനിത് കണ്ടിട്ടുണ്ട്. ബ്രിഡ്ജിൻ്റെ മുകളിലെ ഗ്രില്ലിൽ ലവ് ലോക്ക് ഇടുക എന്നുള്ളത് ഇവരുടെ ഒരു കൾച്ചറാണെന്ന് തോന്നുന്നു. നമ്മളെ നാട്ടിലെ ലവേഴ്സിൻ്റെ പേര് ചുമരുമേലും മരത്തമ്മലൊക്കെ എഴുതി വെക്കലല്ലേ പണി, ഇവർ ബ്രിഡ്ജിൽ ലോക്ക് ചെയ്തിടും. ആ കാണുന്ന യെല്ലോ ബിൽഡിങ് ഹിസ്റ്റോറിക് കൾച്ചർ സെൻ്ററാണ്, പിന്നെ പബ്ലിക് മീറ്റിംഗ് പ്ലേസുമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, കുറച്ച് മുമ്പുള്ള ക്ലിപ്പിൽ താഴത്തൂടെ ഒരു റിവർ ഒഴുകുന്നത് കാണിച്ചിരുന്നു. റിവറിൻ്റെ ചെറിയൊരു ഭാഗം അത് അൽസഡ് റിവറാണ്. പ്രൊനൗൺസ് ചെയ്യുന്നത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. ഈ ഓൾഡ് ഫോർട്ടിഫിക്കേഷൻ്റെ ഇടയിലൂടെയുള്ള ആ റിവറിൻ്റെ കാഴ്ച നല്ല മനോഹരമായിരുന്നു. നമ്മളിപ്പം നടക്കുന്ന ഭാഗമല്ലേ ഞാൻ ഇത്ര നേരം കാണിച്ച ഭാഗം, അതാണ് ചെമിൻഡേല കോർണിഷ്. ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബാൽക്കണി ഇൻ യൂറോപ്പ് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അതിലൂടെ കുറേ നേരം നടന്നതിന് ശേഷം ബോ കാസ്മൈറ്റിൽ കയറാനുള്ള സമയമായപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. നടക്കുന്ന വഴിക്കാരോ മനോഹരമായിട്ട് പിയാനോ വായിക്കുന്നത് കേട്ടു. ഞങ്ങൾ ടിക്കറ്റ് കാണിച്ച് ക്രിപ്റ്റിനുള്ളിലേക്ക് കയറി.
ഒരു വെബ്സൈറ്റിൽ നിന്നാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഞങ്ങളൊരു കാര്യം വായിച്ചു. ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖമുള്ളവരൊന്നും ഇതിൽ പോവരുത് എന്നൊക്കെയായിരുന്നു നിർദ്ദേശം. കാരണം ഇത് കുറച്ച് ഇടുങ്ങിയതാണ്. ക്ലോസ്ട്രോഫോബിക് ഇഷ്യൂ ഉള്ളവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും. അല്ലാണ്ട് വലിയ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയില്ല. അത്രയും ടെൻഷനോടെ കൂടിയൊന്നും പോകേണ്ട ഒരു സ്ഥലമൊന്നുമല്ല, അത്രയും വലിയൊരു സംഭവമൊന്നുമല്ല. ചിലപ്പം സേഫ്റ്റി പ്രിക്കോഷൻ എന്ന നിലയിലായിരിക്കണം അങ്ങനെ ഒരു കാര്യം വെബ്സൈറ്റിൽ എഴുതിയത്. പിന്നെ കുറച്ച് സ്റ്റെപ്സുകളൊക്കെ ഉണ്ട്, അത് കുറച്ച് ഇടുങ്ങിയ വഴിയിലൂടെയാണ് ആ സ്റ്റെപ്സുകളൊക്കെ. പിന്നെ നടക്കുമ്പോൾ ഒരുമിച്ച് നടക്കുക, എങ്ങാനും വഴിതെറ്റിയാൽ കുറച്ച് കഷ്ടപ്പെടും. കാരണം ഇതുപോലുള്ള കുറേ വഴികളുണ്ട് ഇവിടെ. ലക്സംബർഗ് നഗരത്തിൻ്റെ ആദ്യ കോട്ടയുടെ അവശിഷ്ടങ്ങൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കോട്ട 10-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ചതാണ്. ഈ സ്ഥലത്ത് നിന്നാണ് പിന്നെ ലക്സംബർഗ് നഗരം വളർന്നത്. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കോട്ടയുടെ മതിലുകൾ, സ്റ്റോൺ ഫൗണ്ടേഷന്, ഭൂഗർഭ വഴികളും തുരങ്കങ്ങളും, പിന്നെ പുരാതന നഗരത്തിൻ്റെ ആദ്യ രൂപമൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെയുള്ള സ്റ്റെപ്പുകളൊക്കെ കുറച്ച് ഇടുങ്ങിയതാണ്. ഇങ്ങനെയുള്ള വഴിയിലൂടെ താഴെയും മുകളിലൊക്കെ നമുക്ക് കയറി പോകാൻ പറ്റും. ഈ ഒരു ഭാഗം മാത്രമാണ് കുറച്ച് റിസ്കി ആയിട്ട് തോന്നിയത്. ഒരു സമയത്ത് ഒരാൾക്ക് മാത്രമേ കയറാനോ ഇറങ്ങാനോ പറ്റിയിരുന്നുള്ളൂ. നിഷാദും മോനും താഴെ ഇറങ്ങി പോയിട്ടുണ്ട് ആദ്യം തന്നെ. അവരെന്നോട് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ വീഡിയോ എടുക്കരുത് എന്ന്. എന്നാലും കുറച്ചൊക്കെ വീഡിയോ ഞാൻ എടുത്തു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ എല്ലാ കാഴ്ചകളും കണ്ടിട്ട് ഇറങ്ങിയിട്ട് ഓൾഡ് ടൗണിൻ്റെ ഭാഗം ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് നടന്നു. ബോക്കാസ്മൈറ്റിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഈ ഓൾഡ് ടൗൺ വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഭാഗമാണ് ഈ ഓൾഡ് ടൗണ്. ഒരുപാട് നടന്ന് കാണാനുണ്ട് ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് ഐസ്ക്രീമും സോവിനീഴ്സൊക്കെ വാങ്ങി. അപ്പോൾ ഓൾഡ് ടൗണിൻ്റെ ഈ കാഴ്ചകളും ലക്സംബർഗിൻ്റെ മറ്റു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.